ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ട്രിവാൻഡ്രത്തുള്ള എൻ്റെ രണ്ടാമത്തെ ദിവസം. ഇന്ന് ഒരുപാട് അമ്പലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ അമ്പലങ്ങളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ നേരിട്ട് കാണാം. പറഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോകൂലേ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു ഇവിടെ ചെയറിൽ വന്നിരിക്കുക കേട്ടോ. ഞാൻ ഗംഗ ചേച്ചിയുടെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ ഗംഗ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയത് പങ്കുവെക്കാനുണ്ട്. അവിടെ നിന്ന് എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് അനുഭവം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. അങ്ങനെ 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 കുറേ തിരുവനന്തപുരത്ത് ഞാൻ എത്തിയത് 5 മണിക്കാണ്. 5 മണി തൊട്ടിട്ട് 11 മണി വരെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട്. എന്നതിന് ശേഷം വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു, ഫ്രഷായി കിടന്നുറങ്ങിയതാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ്, ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല. സമയം 7 മണിയൊക്കെ ആയിട്ടോ, എഴുന്നേക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. 7:15 ടൈം. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. എനിക്ക് ഇനി പോവാനുള്ളതൊക്കെ കണ്ണൻ്റെ അമ്പലങ്ങളിലാണ്. ഒരമ്പലത്തിൽ എനിക്ക് കയറാൻ പറ്റുന്ന അമ്പലമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഉറക്കമില്ല, നേരം വെളുക്കുന്നുമില്ല. എന്താ പറയാ, ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ്. ആ അമ്പലം ഏതാന്നുള്ളതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവൂലേ. വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം, ഏതാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അവിടെ കണ്ണനും രാധയും ഉണ്ട് എന്നാണ് കേട്ടത്. അവിടെ ആർക്ക് വേണമെങ്കിലും വിശ്വാസികൾക്ക് കയറാമെന്ന് പറഞ്ഞു. അത് ഏത് മതത്തിലുള്ള വിശ്വാസിയാണെങ്കിലും കയറുന്നതിന് അമ്പലക്കാർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അമ്പലക്കാർക്ക് കുഴപ്പമില്ലാത്തത് കുറച്ച് സ്ത്രീകൾക്ക് കുഴപ്പമുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതല്ല. ഞാൻ എൻ്റെ കണ്ണനെ കാണാനും ആ കണ്ണൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ മതവികാരം ആർക്കും വ്രണപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ള ഒരു വിശ്വാസക്കാരിയും കൂടിയാണ് ഞാൻ. അപ്പോൾ ട്രിവാൻഡ്രത്തെത്തി. സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഈവനിങ് ആണ് തിരിച്ച് പത്തനംതിട്ടയിലേക്ക് പോവുക. അപ്പോൾ അങ്ങോട്ട് പോകുന്നതും അത് കഴിഞ്ഞതിന് ശേഷം നാളെയാണ് നാട്ടിൽ നമ്മൾ എത്തുന്നത്. ഒരു 4-5 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി പർദ്ദയൊക്കെ ഇട്ടിട്ട് ആ വഴിക്ക് ആരൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് തമ്പുരാനറിയാം. CCTV നോക്കിയാൽ അറിയാം ആരൊക്കെ വന്നു പോയി എന്നുള്ളത്. എന്ത് തന്നെ ആയാലും കുറച്ച് ദിവസം ഒരു പീസ്ഫുള്ളായിട്ട് അമ്പലങ്ങൾ മാത്രം കവർ ചെയ്തിട്ട്, നല്ലൊരു സുഖമുള്ളൊരു പരിപാടി തന്നെ അല്ലേ. എന്തെന്നാ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക, ഇമോഷണൽ ആയിപ്പോയി. എന്താ വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് ഒരനുഭവം ഉണ്ടായി. അതേപോലെ ആ മണ്ണിൽ കാല് കുത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പത്മനാഭനെ കണ്ട കഥകളൊക്കെ ഇവർ പറയുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു വിങ്ങലാണ്. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഈ ജനുവരിയിൽ ഒരുപാട് അമ്പലങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അങ്ങോട്ട് പോകുമ്പോൾ ഗുരുവായൂർ കയറുമോ എന്നുള്ളത് അറിയില്ല. ഗുരുവായൂർ കൂടിയാണ്, തൃശ്ശൂർ കൂടിയാണ് പോകുന്നതെങ്കിൽ ചുറ്റിയിട്ട് ഗുരുവായൂർ കൂടി പോകാൻ ചാൻസ് കുറവാണ്. എൻ്റെ ഡ്രൈവർ കുറച്ച് ഹാർഡായതുകൊണ്ട്. നേരെ മറിച്ച് ഗുരുവായൂർ ടച്ച് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കണ്ണനെ ഒരിക്കൽ കൂടി ഒന്ന് ആ നടയിൽ പോയിട്ട് കാണാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഗംഗ ചേച്ചിയുടെ അനിയത്തിയുടെ പേരെനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ആള് കോസ്റ്റ്യൂമറാണ്. ഞാൻ വരുന്നതെന്ന് കേട്ടപ്പോഴേക്ക് എനിക്കൊരു കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഡോറ് തുറന്ന് വരുന്ന പാടക്ക് കാണുന്നത് ഇത് ഡമ്മിയിലിട്ട് വെച്ച ഒരു സീനാട്ടോ ഞാൻ കാണുന്നത്. വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ അവരുടെ ആരും അല്ല.
ഗംഗ ചേച്ചി ഈ ആയിട്ട് പരിചയമുണ്ട് എന്നല്ലാതെ അനിയത്തിക്ക് എന്നെ പരിചയവും ഇല്ല. എന്നെ സോഷ്യൽ മീഡിയ മുഖാന്തരം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എന്നെ വലിയ പരിചയമല്ല. ഞാൻ ആരെന്ന് എന്തെന്ന് പോലും അറിയാതെ, എൻ്റെ മെഷർമെന്റ് പോലും എടുക്കാതെ ഒരു ഊഹാപോഹത്തിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്നോട് ഏതാ സൈസ്, എക്സൽ ആണോ അല്ലെ ലാർജ് ആണോ മീഡിയം ആണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചെയ്തത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും ചോദിച്ചിട്ടും ഇല്ല. ഞാൻ വളരെ ഷോക്കായിപ്പോയി. എനിക്കിതൊരു ധാവണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ധാവണി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം ഒരു ധാവണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡോറ് തുറന്ന് വന്ന് അവളുടെ വർക്കിംഗ് റൂമിൽ കൂടിയാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പോരാൻ പറ്റുക. അപ്പം ഞാൻ ആകെ ഷോക്കായിപ്പോയി. കർത്താവേ, ഇത് എനിക്കുള്ളതല്ലേ? ഇന്നലെ ആ കൊച്ച് ഉറക്കൊഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തതാട്ടോ. പാവം. എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ലോകത്തുള്ളപ്പം ഞാൻ എന്തിനാണ് ഈ വെറുക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രം ഓർത്ത് സങ്കടപ്പെടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. ഭയങ്കര കാക്കയും പൂച്ചയും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അതിന് ഇഷ്ടംമാതിരി സൗണ്ടുകളുള്ള ഒരു സ്ഥലം. അണ്ണാനും നമ്മുടെ കുക്കുണ്ടല്ലോ, കൊച്ച, ഞങ്ങളുടെ നാട്ടിലേക്ക് കൊച്ചാന്ന് പറയും. അതൊക്കെ ഇതേ അപ്പുറം നിങ്ങൾ കാണുന്നുണ്ടോ എന്താ എന്നറിയില്ല. അപ്പൊ ഞാൻ ഇതില് സൗണ്ട് ഞാൻ പോക്കും. എത്രത്തോളം പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. 17 പ്രോൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ടുകൾ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സൗണ്ടുകൾ പോയിട്ട് നമ്മുടെ സൗണ്ട് എടുത്ത് കേൾക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് ഭയങ്കര സംഭവം തന്നെയാട്ടോ. ഏതായാലും അത് സിനിമാറ്റിക്കിലാണ്, ഞാൻ നോർമലിലാണ് എടുത്തത്. ഇതിലുണ്ടോ എന്തോ അത് എനിക്കറിയില്ല കേട്ടോ. സിനിമാറ്റിക്കിലേ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ. നോർമൽ ക്യാമറയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയില്ല. നോർമലിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇടും. അപ്പൊ അങ്ങനെയാണ് ഗംഗ ചേച്ചിയുടെ വീട്ടില് പ്രതീക്ഷിക്കാതെ ഒരു ദിവസം, അവിടുത്തെ രാവിലെ, അത് നിങ്ങളിലേക്കൂടി ഒന്ന് എത്തിക്കാമെന്ന് കരുതി. അപ്പുറത്തുണ്ടാവോ ഹോട്ടലിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാണോ എന്നൊരു സംശയം. നല്ല സ്മെല്ലടിക്കുന്നു. ഞാൻ ഈ മതിൽ ചാടി അങ്ങോട്ട് പോകേണ്ട വരും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാല് നമ്മുടെ മുട്ടയുടെ തോടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറെ അവിടെ കളഞ്ഞതായിട്ടൊക്കെ കാണുന്നു. അപ്പൊ എന്തോ ഫുഡ് ഉണ്ടാക്കുന്ന എന്തോ ആയിരിക്കും, എന്താണെന്നറിയില്ല. ഏതായാലും എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ്. എന്നെപ്പോലെ തന്നെ നല്ലൊരു ദിവസം നിങ്ങൾക്കും ആവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഗുഡ് മോർണിംഗ് പറയാണ്. ഹാവ് എ നൈസ് ഡേ പറയാണ്. ഓക്കെ, അപ്പൊ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് അസലീം. ടാറ്റാ.